ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മൾ ഒരു 2 ആഴ്ചത്തോളം നമ്മൾ വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മരണം ഉണ്ടായിരുന്നു ഗായ്സ്. നമുക്ക് ഏറ്റവും അടുത്ത നമ്മളെ അച്ഛൻ്റെ കുഞ്ഞമ്മ മരിച്ചുപോയി. അപ്പോൾ അത് കാരണം ഭയങ്കര ആളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാറുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കാം. എന്നാൽ മാത്രമേ പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊല്ലത്ത് സ്കൂൾ കലോത്സവം തുടങ്ങാൻ പോകട്ടെ. ഇന്ന് തുടങ്ങിക്കാണ് 10 മണിക്ക് ആയിരുന്നു ഉദ്ഘാടനം. നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. എൻ്റെ അറിവിൽ മുഖ്യമന്ത്രി കണ്ടായിരുന്നെന്ന് തോന്നുന്നു ഉദ്ഘാടനത്തിന്. അപ്പം 4 ദിവസത്തെ പരിപാടിയാണ്. അപ്പം നമുക്ക് കുറേ വേദികളുണ്ട് കൊല്ലത്ത്, ഇഷ്ടം പോലെ വേദികളുണ്ട്. നമുക്ക് ആശ്രാമത്താണ് മെയിനായിട്ടുള്ള 1-2 വേദിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം അവിടെ ഏതെങ്കിലുമൊക്കെ വേദിയൊക്കെ പോയി കാണാമെന്നൊക്കെ വിചാരിച്ച്, അപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പം എന്തായാലും അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾ ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. അപ്പം നേരെ പോയി നമ്മളെ കൂട്ടുകാരന്മാരെല്ലാം അവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. ഞാൻ 12 മണിക്കൊക്കെ ചെല്ലാന്ന് പറഞ്ഞാണ്. ഇപ്പോൾ 1 മണിയായി. ഐ ആം സോ ലേറ്റ്. അപ്പം എന്തായാലും അവരവിടെ എല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ കാഴ്ച നമ്മളെ കലോത്സവ വേദിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് കൊല്ലത്തോട്ട് പോയിട്ട് അവരായിട്ടെല്ലാം നമുക്ക് കലോത്സവം കാണാനായിട്ട് പോവാം. അപ്പോൾ കഴിഞ്ഞ് നമ്മൾ കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ലേറ്റാണ്. പിന്നെ നമ്മളെ കൂട്ടുകാരന്മാർ ധനേഷ് ഇവിടെ ഉണ്ട്. ധനേഷിനെ അല്ല നമ്മളിൽ കുട്ടനാട് പോയ വ്ളോഗ് കണ്ടവർക്ക് അറിയാം, ധനേഷ് ഉണ്ടായിരുന്നു നമ്മളാ വ്ളോഗിൽ. അപ്പോൾ എന്തായാലും നമ്മൾ 2-3 പേരൂടെ വരാനുണ്ട്. അപ്പോൾ ഒരു കൂട്ടുകാരൻ നമ്മൾ ആശ്രമത്ത് നേരെ പോയിട്ടുണ്ട്, അവൻ്റെ ആരെ കാണണമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും അവന്മാരെല്ലാം വന്നിട്ട് നമുക്ക് ആശ്രമത്തോട്ട് പോകാം കേട്ടോ. ഇതാണ് നമ്മൾ അടുത്ത കൂട്ടുകാരൻ, പേര് സഞ്ജീവ്. നമ്മളിവനെ ഒരു പേര് വിളിക്കും, പക്ഷേ ഇപ്പം വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കലോത്സവം നടക്കുന്ന വേദിയിലോട്ട് പോകാം കേട്ടോ. പുളി അവിടെ പോയി, എവിടെ പോയി? ആശ്രാമത്തുണ്ട്, ഞാൻ എടുക്കാം, നോക്കി പറയാം. അപ്പോൾ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് നാഗപ്പനില്ല കേട്ടോ, അവൻ ജോലിക്ക് പോയി. നാഗപ്പൻ്റെ അഗാധത്തിൽ നമ്മൾ വീഡിയോ എടുക്കുകയാണ്. ഞാൻ ഇനി തൊട്ട് സെൽഫ് വ്ലോഗിങ് ആയിരിക്കും കേട്ടോ. അവൻ ചെന്നൈയിലോട്ട് പോകാൻ പോണ്, അവൻ പഠിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മളെ കൂട്ടുകാരന്മാരെല്ലാം വന്നിട്ടുണ്ട്. വണ്ടി ബ്ലോക്ക് ആണല്ലോ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കലോത്സവം കാണാനായിട്ട് പോകാം. അവിടുത്തെ പിള്ളേരെ കാണാം, ഇഷ്ടംപോലെ ആൾക്കാരെ കാണും കേട്ടോ. കുറേ കോഴിത്തരമൊക്കെ കാണിക്കാനായിട്ട് കുറേ പിള്ളേരൊക്കെ വന്ന് ഇടുങ്ങുന്ന സ്ഥലമായിരിക്കും. ഒരുപാട് വേദികളുണ്ടെന്നാണ് പറയുന്നത്. 10-25 വേദികളൊക്കെ ഉണ്ട്. അമ്പലങ്ങളിലെ വേദികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ എന്തായാലും നമുക്ക് സമയം തന്നെ കലോത്സവ വേദിയിലോട്ട് പോകാം ഗൈസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിജയൻ സാറും പിന്നെ നമ്മളെ ഇഷ്ടപ്പെട്ട മന്ത്രിയായ വിജയൻകുട്ടി, എന്താ പേരെന്താ പറയുക, ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും വന്നിട്ടാണ് നമ്മൾ ഉദ്ഘാടനം ഉണ്ടായിരുന്നത്. വേറെ ആരെങ്കിലൊക്കെ വന്നതാണ്, നമ്മളെ MLA ആയിട്ടുള്ള മുകേഷൊക്കെ വന്നതാണ്. അപ്പോൾ ഇനി കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ അന്ന് നമുക്ക് എന്തായാലും സമയങ്ങൾ തന്നെ വായ്ത്താളം അടിച്ചുകൊണ്ടിരിക്കുക തന്നെ നമുക്ക് നേരെ കലോത്സവ വേദിയിലോട്ട് പോവാം. ഒരു ബോയ്സ്, ഇതിൻ്റെ അകത്താണ് കേട്ടോ നമ്മളെ കലോത്സവമൊക്കെ നടക്കുന്നത്. ഇതെല്ലാം കെട്ടി വൃത്തിയാക്കി വെച്ചേക്കാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ കലോത്സവമല്ല, കേരള ജില്ല, ഞാൻ നേരത്തെ ജില്ലാ കലോത്സവം എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ജില്ലയല്ല, കേരളം മൊത്തത്തിൽ ഉണ്ട്. പിള്ളേരൊക്കെ ഇഷ്ടം പോലെ പിള്ളേരുണ്ട് കേട്ടോ, എല്ലാ ജില്ലയിൽ നിന്നും ഉണ്ട്. അപ്പോൾ ഓൾ കേരള കലോത്സവമാണ്, അടിപൊളിയായിരിക്കും. നമുക്കിന്ന് പറ്റുന്ന അത്ര വേദികളിലോട്ടൊക്കെ നമുക്ക് പോകാം കേട്ടോ. ഇത് 1ാമത്തെ വേദിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളെ കൂട്ടുകാരനെ കാണാനായിട്ട് അങ്ങോട്ട് പോകാൻ കേട്ടോ. ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക.
നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഭയങ്കര തിരക്ക്, ഓരോ പരിപാടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കും, അതുകൊണ്ട് ഞാൻ അധികം ഒന്നും കാണിച്ചില്ല. അപ്പോൾ എന്തായാലും ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അടുത്ത വേദിയിലോട്ട് പോകാൻ പറ്റുമെങ്കിൽ അതെല്ലാം ഞാൻ കാണിച്ചു തരാം. കുറേ ഇഷ്ടംപോലെ കൊല്ലത്ത് ഇഷ്ടംപോലെ സ്കൂളുകളിൽ വേദികളുണ്ട്. അപ്പോൾ എന്തായാലും പറ്റുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും, ബാക്കിയെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്ന് കണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കലോത്സവത്തിൻ്റെ മെയിൻ വേദിയായിട്ടുള്ള ആശ്രാമ മൈതാനത്തുള്ള വേദിയായിരുന്നു. അത് മാത്രമല്ല നമ്മൾ 2-3 വേദികളിലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും തിരക്കുകളൊന്നും ഇല്ലായിരുന്നു. അതെല്ലാം ക്ലാസ് റൂമിൻ്റെ അകത്ത് വെച്ചുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. വാദ്യോപകരണങ്ങളും ചാക്യാർകൂത്ത് അതുപോലുള്ള ഒട്ടനവധി കലകൾ വെച്ചിട്ടുള്ള പരിപാടികളാണ് നമ്മളെ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളൊക്കെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രൈസ് കിട്ടിയില്ലെങ്കിലും പങ്കെടുക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ കുറേ കലാതിലകത്തിനെയൊക്കെ നമുക്ക് കിട്ടട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ ചെന്ന ദിവസത്തിൽ ഉച്ച സമയത്താണ് ഞങ്ങൾ പോയത്. ആ സമയത്തൊക്കെ വളരെ കുറച്ച് ആൾക്കാരുള്ളായിരുന്നു, എന്നാലും തിരക്കുണ്ടായിരുന്നു. സീറ്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ രാത്രി ആയപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു കേട്ടോ. പക്ഷേ അവിടുത്തെ ലൈറ്റ് സെറ്റപ്പൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് നല്ല ചൂടും സമയത്തൊക്കെ ആരും വരത്തില്ല. രാത്രി ആകുമ്പോഴത്തേക്ക് കുടുംബമായിട്ട് എല്ലാവരും വന്ന് കാണും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കൊല്ലത്തുള്ള എല്ലാവരും വന്ന് കാണുക. നല്ല പരിപാടികളും കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ, കലാപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ ഇന്നപ്പോൾ ഭരതനാട്യം അതേപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നട്ടുച്ചയ്ക്ക്. അപ്പോൾ അതുപോലത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. ഞാൻ കുറച്ച് വിഷ്വലൊക്കെ എടുത്തുള്ളൂ. അവിടുത്തെ വേദിയും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ അവിടുത്തെ പാട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കയറുമ്പോഴത്തേക്ക് കോപ്പിറൈറ്റ് വരും. പിന്നെ അത് നമ്മൾ എടുത്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഇന്ന് എൻ്റെ ഒരു ബ്ലോഗ് പോലെയാണ് ഞാൻ ഈ ഒരു വീഡിയോ സെറ്റപ്പ് ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മൾ മുമ്പോട്ട് എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ആയിരിക്കും ഗൈസ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ അങ്ങോട്ട് പോയ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം കൂടുതൽ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണുക. പുലർച്ചെ വരെയൊക്കെ ഫുള്ള് ടൈം ഉണ്ടെന്നാണ് എനിക്ക് എൻ്റെ അറിവ് മനസ്സിലായത്. അപ്പോൾ 24 മണിക്കൂറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പരിപാടികളൊക്കെ. ഈ എല്ലാ ജില്ലയിലെയും പിള്ളേരൊക്കെ പങ്കെടുക്കേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഉണ്ട്. 8-ാം തീയതി വരെ ഉണ്ടെന്നാണ് തോന്നുന്നത്. 8-ാം തീയതി ആണെന്ന് തോന്നുന്നു ലാസ്റ്റ്. മമ്മൂട്ടിയൊക്കെ വരുന്നതാണ് അറിഞ്ഞത് കേട്ടോ. ഉള്ളതാണോ അറിയത്തില്ല. ലാസ്റ്റ് ദിവസം മമ്മൂട്ടിയൊക്കെ വരുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ അന്ന് പോയി നോക്കാം. പക്ഷേ ആളായിരിക്കും കേട്ടോ, ഭയങ്കര ആളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വെറുതെ ഇരിക്കുകയാണെങ്കിൽ അങ്ങോട്ടൊക്കെ പോയി നോക്കുക. കുട്ടികളുടെ കലാപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.